പാർത്ഥ ശബരിമല കൊള്ളക്കേസ് സ്വർണ്ണക്കൊള്ള ഇപ്പൊ ഒരു അനക്കവും ഇല്ലാതെ എങ്ങനെ പോകണം. മുരാരി ബാബുവിന് സ്വാഭാവികമായ ജാമ്യം കിട്ടി പുറത്തു വന്നു. അപ്പോൾ ഇവരെ ഈ തടവിലായവരെ എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ SIT തന്നെ ഓരോ ഉടായ്പകൾ കാണിക്കുന്നതായിട്ടല്ലേ തോന്നുന്നത്. മുൻപ് പലരും ഇങ്ങനെ പറയാറുണ്ട് SITയെ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല, ഹൈക്കോടതി ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് ഇത്രയെങ്കിലും അന്വേഷണം മുന്നോട്ട് പോകുന്നതെന്ന് പറയുമ്പോൾ ഞാൻ തർക്കിക്കുമായിരുന്നു. ഇല്ല, SIT നല്ല രീതിയിൽ അന്വേഷണം കൊണ്ട് അവർ ഈ സ്ലോ മോഷനിലാണ് അവരുടെ ആക്ഷനുകളെല്ലാം നടക്കുന്നതെന്ന് പറയുമ്പോൾ അവർ വിശദമായ അന്വേഷണ ലൂപ്പ് ഹോൾസ് എല്ലാം അടച്ചുകൊണ്ട് പ്രതികളെ പൊക്കാനുള്ള തന്ത്രമായിരിക്കും എന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ഇപ്പോൾ സഭയിൽ പോലും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറയുകയാണ് സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യണം. ഇങ്ങനെയൊക്കെ ഇവിടെ പിടിച്ച് ഇരുത്തിയിരിക്കുന്ന ആൾക്കാരെ കൃത്യമായ രീതിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പലതും SIT ചെയ്യുന്നില്ല. അതായത് SITയെ മുൻപ് തന്നെ ഒരു ആരോപണം ഉണ്ടായിരുന്നു, ഉന്നത ഉദ്യോഗസ്ഥർ ഉന്നത ഉദ്യോഗസ്ഥർ SITക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വാക്കുകൾ ആരോപണങ്ങൾ യാഥാർത്ഥ്യമാണ് എന്ന് വെളിവാക്കുന്നതാണെന്ന് തോന്നുന്നു ഇപ്പൊ ഈ അടുത്ത് പുറത്തു വരുന്ന വിവരങ്ങൾ. തീർച്ചയായിട്ടും ഏറ്റവും ഒടുവിൽ ഇന്ന് ഹൈക്കോടതി SITയെ എടുത്ത് കൊട്ടഞ്ഞിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം കർശനമായിട്ടുള്ള വിമർശനങ്ങളാണ് ഈ SITക്കെതിരെ കൊണ്ട് ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത്. ഒന്ന്, മുരാരി ബാബു എന്ന് പറയുന്ന ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണി, തട്ടിപ്പ് കേസിലെ കണ്ണി. അയാൾ ഒരു തട്ടിപ്പ് കേസ് മാത്രമല്ല, പല തരത്തിലുള്ള തട്ടിപ്പ് കേസ് അയാൾക്കെതിരെയുണ്ട്. ഇപ്പം ഏറ്റുമാനൂർ ക്ഷേത്രം മുതൽ ഈ മുരാരി ബാബു ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ ഈ ദേവസ്വം ബോർഡിന്റെ ഓഫീസറായി നിന്നിട്ടുണ്ടോ അവിടെയൊക്കെ അയാൾ തട്ടിപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ അയാളെ രക്ഷിച്ചതാരാണ്? ഇപ്പൊ പറയുമ്പോ ശബരിമല സ്വർണ്ണക്കൊള്ള എന്നാണ് പറയുന്നതെങ്കിലും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഒരുപാട് അമ്പലങ്ങളിലെ വസ്തുവകകൾ ഇവരിങ്ങനെ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പൊ ഏറ്റുമാനൂർ ക്ഷേത്രം, ഇവിടെ നമ്മുടെ പൂർണ്ണത്രേശ്വര ക്ഷേത്രം, അങ്ങനെ എത്ര ക്ഷേത്രങ്ങൾ ഒരുപാട് പറയാനുണ്ട്. അപ്പൊ ഇതൊന്നുമല്ല, ഇതിനെക്കാട്ടൊക്കെ അപ്പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുന്ന ഒരാളെ, ഈ തട്ടിപ്പിന്റെ കേന്ദ്രമായി നിൽക്കുന്ന മുരാരി ബാബുവിനെ പോലെ ഒരാൾക്ക് സ്വാഭാവികമായിട്ട് ജാമ്യം കിട്ടിയ അയാൾ പുറത്തിറങ്ങുകയാണ്. കാരണം 90 ദിവസം ജയിലിൽ കിടന്നിട്ടും അയാൾക്ക് ജാമ്യം കൊടുത്തിട്ടില്ല, ഒരൊറ്റ കോടതി കൊടുത്തിട്ടില്ല, സുപ്രീം കോടതി വരെ കൊടുത്തിട്ടില്ല. അപ്പൊ ആ സമയത്ത് ഒരു ഇടക്കാല കുറ്റപത്രം കൊടുത്താൽ, കുറ്റപത്രം പെർമനന്റ് ആയിട്ട് ഫുള്ളായിട്ട് ഈ സമയത്തേക്ക് കൊടുക്കാനൊന്നും പറ്റില്ല, പക്ഷെ ഇടക്കാല കുറ്റപത്രം കൊടുക്കാമല്ലോ. ഇടക്കാല കുറ്റപത്രം കൊടുത്ത് ഇത്ര വരെയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള തെളിവുകളും കാര്യങ്ങളും എന്ന് പറഞ്ഞ് കോടതിയിൽ കൊടുത്ത് തുടരന്വേഷണത്തിന് വേണ്ടിയിട്ട് ഒരു അനുമതി വാങ്ങിയെടുത്താൽ ഈ ആളുകളെല്ലാം ജയിലിൽ കിടക്കില്ലേ? കിടക്കും. പക്ഷെ SIT അത് ചെയ്തില്ല. അല്ല, ഈ പത്മകുമാറിന്റെ കയ്യക്ഷരം വെരിഫൈ ചെയ്യുന്ന ആ പ്രോസസ് നടന്നു ഇല്ല. അതായത് ഈ പത്മകുമാറിനെതിരെയുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇത് ചെമ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടല്ലോ. സ്വർണം പൂശാൻ വേണ്ടി ഇത് ചെമ്പാണ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് എഴുതിയത് പത്മകുമാർ ആണ് എന്ന് തെളിയിക്കണ്ടേ? ആ തെളിയിക്കണമെങ്കിൽ പത്മകുമാറിന്റെ കയ്യക്ഷരം ആണ് എന്നുള്ളത് കൃത്യമായിട്ട് ഈ സയന്റിഫിക് പരിശോധനയിലൂടെ തെളിയണം. അതിന് ഈ SIT ഇത്രയും സമയമായിട്ടും 3 മാസത്തിലേറെ സമയമായിട്ടും SITക്ക് ആ ബോധമില്ല. എന്താണ് ഇപ്പൊ തടസ്സം? കയ്യിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് SITയുടെ പ്രത്യേക തടസ്സങ്ങളാ. അപ്പോ അതുകൊണ്ടല്ല ഈ ഈ പറയുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇത് മനഃപൂർവ്വം ചെയ്യാത്തത് കൊണ്ടാണ്. അവരെന്ത് ചെയ്തു? അവരിത് വൈകിപ്പിച്ചു. കഴിഞ്ഞ ദിവസം കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് ഈ പത്മകുമാറിനെതിരെ കൊണ്ട് ഈ ഒരു റിപ്പോർട്ട് വേണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയും പത്മകുമാറിനെ കൊണ്ട് ഈ ടെസ്റ്റ് എടുക്കാനുള്ള സംവിധാനങ്ങളിലേക്ക് പോയത്. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? പത്മകുമാർ 72 ദിവസത്തിൽ കൂടുതലായി ജയിലിൽ കിടക്കുന്നു. ഒരു 18 ദിവസം കൂടി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സ്വാഭാവിക ജാമ്യം കിട്ടും. ഈ പരിശോധനയുടെ റിപ്പോർട്ട് വരണമെങ്കിൽ തന്നെ ഏകദേശം 1 മാസം എടുക്കും. അത് വിദഗ്ധമായിട്ടുള്ള പരിശോധനയാണ്, പെട്ടെന്ന് ഇന്ന് നാളെ കൊണ്ട് വരുന്ന ഒരു പരിശോധനയല്ല. ആ പരിശോധന വന്ന് അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് വേണം ഈ ഇടക്കാല കുറ്റപത്രം കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടില്ല എങ്കിൽ, അങ്ങനെ ഒരു ഇത് നടന്നിട്ടില്ല എങ്കിൽ സ്വാഭാവികമായ ജാമ്യം ആർക്ക് കിട്ടും? ഈ പറയുന്ന പത്മകുമാറിന് കിട്ടും. അപ്പൊ SITക്ക് ഇടക്കാല കുറ്റപത്രം പോലും കൊടുക്കാനുള്ള പരിപാടിയില്ല. മറ്റെല്ലാ കേസിലും അങ്ങനെയല്ലല്ലോ. 90 ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ കുറ്റപത്രം കൊടുക്കുന്നു, ആളുകളെ പൂട്ടുന്നു. അതെ, അങ്ങനെയാണല്ലോ. ഇത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലായതുകൊണ്ട് മാത്രമാണ്, പേടിച്ചിട്ടാണ് ഇത്രയെങ്കിലും ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊന്നുമല്ല, ഇതൊരു മഞ്ഞുമലയുടെ വളരെ തുമ്പ് മാത്രമാണ്. കടകംപള്ളി സുരേന്ദ്രനെയും അതുപോലെ തന്നെ ഇപ്പൊ PS പ്രശാന്തിനെ കഴിഞ്ഞ ദിവസം വളരെ രഹസ്യമായി ചോദ്യം ചെയ്തു. അതെന്താ CPMന്റെ നേതാക്കന്മാരെ മാത്രം വളരെ രഹസ്യമായി ചോദ്യം ചെയ്യുന്നത്? രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെയുള്ള മറ്റുള്ള ആൾക്കാരൊക്കെ ചോദ്യം ചെയ്യാൻ പോകുമ്പോൾ ഇവര് കൊട്ടിഘോഷിക്കുമല്ലോ. അല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കാൻ പോകുമ്പോ ക്യാമറമാനെ കൊണ്ടാണ് പോലീസ് പോകുന്നത്. എന്നിട്ട് അവർക്ക് ഒരു നാണമില്ലേ? പറയാണ് വീഡിയോ എടുക്കുന്നു പറയുന്നു.
അല്ല അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം ചെയ്തതിനെ ന്യായീകരിക്കുകയോ രാഹുൽ മാങ്കൂട്ടം ന്യായീകരിക്കുകയല്ല. പക്ഷേ എതിർ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരെയോ അവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെയോ ഒക്കെ ഇപ്പൊ മറുനാടൻ ഷാജൻ സ്കറിയൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ പോലീസ് തന്നെ വീഡിയോ എടുക്കുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ പോയിട്ടുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടേക്കാൻ അങ്ങനെ ഒരു പ്രോസസ് ഉണ്ട്. ഇത്രയും കേസുകൾ അതെ, അതിനെ വരെ ഇവിടെ ഉള്ള ആഘോഷിക്കാറുണ്ട്. ഷാജൻ സ്കറി അറസ്റ്റിൽ എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തില് ഇവിടെ ഈ പ്രശാന്തിനെയൊക്കെ 2-3 തവണ വിളിച്ചു വരുത്തുമ്പോൾ, കടകംപള്ളിയെ വിളിച്ചു വരുത്തുമ്പോൾ ഒന്നും ആരെയും അറിയിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവർക്കെതിരെ ശക്തമായ തെളിവുകളുണ്ട്. ഇവർ വെറുതെ അല്ല ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് സൗഹൃദം ഉണ്ടാക്കിയത് നമുക്കറിയാം. ഇപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ടൊരു സൗഹൃദം ഉണ്ടാകുന്നു, എന്നിട്ട് അത് പല സ്ഥലങ്ങളിൽ വെച്ച് കടകംപള്ളി സുരേന്ദ്രൻ കാണുന്നു. അതിനുശേഷം കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോവുകയാണ്. വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ പിതാവിന് അദ്ദേഹത്തിന്റെ മാതാവിനും ഒക്കെ പിറന്നാൾ സമ്മാനം കൊടുക്കുന്നു. കൂടെ ആരുണ്ട്? രാജു എബ്രഹാം എന്ന് പറഞ്ഞ അന്നത്തെ MLA ആണ്, ഇന്നത്തെ CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുടെ അന്നത്തെ MLA കൂടെ ഉണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരും അറിഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പോയിട്ടുള്ളത്. അല്ല, ഇപ്പൊ കടകംപള്ളി സുരേന്ദ്രൻ സന്ദർശിച്ചു, ഫോട്ടോ ഉണ്ട് എന്നതിലുപരി അദ്ദേഹം ആ സമയത്ത് ഈ കൊള്ള നടക്കുമ്പോഴത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യേണ്ടതിൽ അതില് വലിയ അതിശയോക്തിയൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഇവർ ആവശ്യപ്പെടുന്നത് എന്താ? സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യാനാ ഒരു ഫോട്ടോ പുറത്തു വന്നിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം സോണിയാഗാന്ധിയുടെ കൂടെ ഒരു ഫോട്ടോ മാത്രമേ എടുത്തിട്ടുള്ളൂ. മറ്റെന്തെങ്കിലും തരത്തിൽ തെളിവ് SITക്ക് പോലും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇപ്പൊ പല ആൾക്കാർ പറയുന്നുണ്ട് ഈ സോണിയാഗാന്ധിയുടെ പിന്നെ സഹോദരി അവിടെ എന്താണ് ഈ ഇറ്റലിയിൽ ഈ പഴയ ആന്റി കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ പറയുന്ന സംഭവം ഉണ്ടായിരിക്കാം, ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ അതും ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് SITക്ക് പോലും അഭിപ്രായമില്ല. ആദ്യം അറസ്റ്റ് ചെയ്ത് അകത്തിട്ടവരെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും തെളിവുകൾ ശേഖരിക്കുക, കുറ്റപത്രം കൊടുക്കുക എന്നുള്ളത് SIT ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സോണിയാഗാന്ധിയുടെ അത് മാത്രമല്ല, സോണിയാഗാന്ധിയെ പോലുള്ള ഹൈ പ്രൊഫൈലുകളുടെ അടുത്തേക്ക് പോകുമ്പോൾ അതിലൂടെ ED ഉണ്ട്. കൃത്യമായി ED അന്വേഷണമോ CBI അന്വേഷണമോ ഒക്കെ ഉണ്ട്. EDക്ക് അവിടെയൊക്കെ എത്താൻ പറ്റും, ഒരു പ്രശ്നമില്ല. അത് അവർ നോക്കിക്കൊള്ളുന്നേ. ഒരു ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാൻ ഇവർ എത്ര നാളെടുത്തു? ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടിട്ട് എന്തോ ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്ന് പറഞ്ഞ് അതിന് മെഡിക്കൽ ബുള്ളറ്റിനും ഇല്ല, മെഡിക്കൽ റിപ്പോർട്ടുകൾ ഒന്നും പുറത്തില്ല. ഹൈക്കോടതി എടുത്ത് കുടഞ്ഞപ്പോഴാണ് അയാൾ അറസ്റ്റ് ചെയ്തത്. എന്നിട്ട് അയാള് പിന്നെ ഇവിടത്തേക്ക് മാറ്റി, ഈ പറയുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അവിടെ നിന്ന് ഇപ്പൊ ജയിലിലേക്ക് മാറ്റി. അത് ഹൈക്കോടതി അറസ്റ്റ് ചെയ്തതിനു ശേഷം ഹൈക്കോടതി ചോദിച്ചു ഇയാൾക്ക് എന്താണ് അസുഖം, മെഡിക്കൽ റിപ്പോർട്ടുകൾ കംപ്ലീറ്റ് കൊണ്ടുവരൂ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അവർക്ക് സംശയം തോന്നി, അതായത് മെഡിക്കൽ റിപ്പോർട്ടുകൾ പരിശോധിച്ചിട്ട് ഇത് ഫേക്ക് ആണെന്ന് കോടതിക്ക് തോന്നിയാൽ കോടതി അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നം കയ്യിൽ നിൽക്കില്ല. അപ്പൊ ഒരു വിദഗ്ധ സംഘത്തെ കോടതി നിയോഗിച്ച പണിവാണ്. ഒട്ടനെ തന്നെ എന്ത് ചെയ്തു? ജയിലിലേക്ക് മാറ്റാനുണ്ടായി. ഇത് പരമാവധി സംരക്ഷിക്കുക, കള്ളന്മാരെ പരമാവധി സംരക്ഷിക്കുക. അതിപ്പോ നമ്മൾ കാണുന്നതല്ലേ, CPM-ന്റെ രക്തസാക്ഷികൾക്ക് വേണ്ടി പിരിച്ച ഫണ്ട് കട്ടുമുടിച്ചവന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു കള്ളത്തരം അവിടെ നടന്നിട്ടുണ്ട് എന്ന് ആദ്യം പാർട്ടിക്കുള്ളിൽ പറയുന്നു. ഒരു നടപടിയും ഉണ്ടായില്ല. വീണ്ടും വീണ്ടും ആവർത്തിച്ച് അവർ അന്നത്തെ കാലത്ത് പാർട്ടി സെക്രട്ടറിയോട് പറയുന്നു, പലതവണ പറഞ്ഞിട്ടും ഇതൊന്നും ഒരു ഇതും ഉണ്ടായിട്ടില്ല. എന്നിട്ട് ഇപ്പൊ എന്ത് സംഭവിച്ചു? ഈ കാര്യം റിപ്പോർട്ട് ചെയ്ത ആളിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇതാണ് ഈ പാർട്ടി. അപ്പൊ അവർ ഇത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. സ്വർണ്ണക്കൊള്ള നടത്തിയതിനെയും കള്ളന്മാരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. അല്ല, എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ രസകരമായി തോന്നിയത് എന്താണെന്നറിയോ? മുഖ്യമന്ത്രി പിണറായി വിജയനോട് സഭയിൽ ഒരു ചോദ്യം ചോദിച്ചു, എന്തുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്ത ഈ ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്നറിയോ? അത് കോടതിയുടെ കീഴിൽ നിൽക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റിയുള്ള വിശദമായ കാര്യങ്ങൾ പുറത്ത് പറയാൻ പറ്റില്ല. അപ്പോൾ എന്താണ്, മുൻ മന്ത്രിയായിട്ടുള്ള നിയമസഭാ സാമാജികരായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ചുള്ള ചോദ്യത്തിന് മുഖ്യമന്ത്രി കൊടുത്ത മറുപടിയാണ് അത് കോടതിയിൽ കിടക്കുന്ന കേസാണ്, അതിന്റെ ഭാഗമായി നമുക്കൊന്നും പറയാൻ പറ്റില്ല. കോടതിയുടെ റഡാറിൽ ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രൻ ഇല്ല എന്ന് ഇവർ തന്നെ പറയുന്നു. അത് കോടതി ഒന്നും പറയുന്നില്ല എന്ന് ഒരു ഭാഗത്ത് പറയുന്നു, മറുഭാഗത്ത് കോടതിയിൽ കൊടുക്കുന്ന കേസാണ്. അതുകൊണ്ട് ഇയാൾ കൊടുത്ത മൊഴിയുടെ വിശദാംശങ്ങളൊന്നും നമുക്ക് പുറത്തു പറയാൻ പറ്റില്ലെന്ന് ആരും പറയുന്നു. എന്ത് കാര്യമാണ് സഭയിൽ ചോദിക്കുന്ന ഒരു കാര്യത്തിന് കൃത്യമായി മുഖ്യമന്ത്രി ഇതുവരെ മറുപടി പറഞ്ഞിട്ടുള്ളത്? പരിശോധിക്കുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്, കിട്ടുമായിരിക്കും. ഇങ്ങനെയുള്ള മറുപടി അല്ലാതെ ഏതെങ്കിലും കാര്യത്തിന് കൃത്യമായ ഒരു മറുപടി മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടോ? അല്ല, അത് ശരിയാണ്. പക്ഷെ മാത്രമല്ല, ഈ കോടതിയുടെ പരിഗണനയുള്ള കേസാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള ഇവർക്ക് താല്പര്യമില്ലാത്ത ആൾക്കാരുടെ കേസ് വരുമ്പോൾ അതവിടെ പരിഗണനയില്ലല്ലോ, അതവിടെ ആഞ്ഞടിക്കുമല്ലോ. ഇപ്പൊ ഞാൻ പറയാം, ഉദാഹരണത്തിന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ചോദിച്ചു നോക്കൂ. മുഖ്യമന്ത്രി അങ്ങനെ ഒരു പ്രസംഗം നടത്തും, അത് കോടതിയുടെ പരിഗണനയുള്ളതാണെന്നോ അല്ലെങ്കിൽ അത് അന്വേഷിക്കുന്നുണ്ടെന്നോ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എന്നത് കണ്ടെത്തുന്ന ബാക്കിയെല്ലാം കോടതിയുടെ കയ്യിലാണെന്നോ കോടതി വിധിക്കട്ടെ എന്നോ അല്ലല്ലോ പറയുക. അവിടെ അയാളുടെ ഈ മുഖ്യമന്ത്രിയുടേതായിട്ടുള്ള ചില നിഗമനങ്ങളൊക്കെ മുഖ്യമന്ത്രി പറയും. പക്ഷെ കടകംപള്ളിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു നിഗമനവും ഇല്ല.